രണ്ട് സഹോദരിമാർ ആരുമില്ലാത്ത പൂളിലേക്ക് നീന്താനേ വരും. ആ ടൈമിലാണ് അത് അടയുന്നത്. അതിൻ്റെ ആഴമാണെങ്കിലോ 12 അടിയോളം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ പൂളിൽ പെട്ടുപോവുകയും ചെയ്യും. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2017 ഇറങ്ങിയ 12 ഫീറ്റ് ഡീപ്പ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ പടത്തിലെ ഹീറോയിൻ പൂളിൽ നീന്തുന്നതായി നമ്മളെ കാണിക്കും. പിന്നീട് ഹീറോയിൻ്റെ ചേച്ചിയായിട്ടുള്ള ബ്രിയെ കാണിക്കും. ബ്രീ ഷുഗർ ചെക്ക് ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കും. ബ്രീയുടെ കയ്യിൽ ഒരു പൊള്ളിയ പാടുണ്ടായിരുന്നു. കയ്യിലിട്ട റിങ്ങും അതോടൊപ്പം തന്നെ ഫോണും ബാഗ് വെച്ച ശേഷം അവൾ പൂളിലേക്ക് പോകുന്നതായി നമ്മളെ കാണിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ പൂളിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു പ്രായമായ ആളെയാണ്. പുള്ളി വീട്ടിലേക്ക് വിളിച്ചു പറയും, ഇവിടെ കുറച്ച് നാളത്തേക്ക് അവധിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് വീട്ടിലെത്തുമെന്ന്. അതും പറഞ്ഞുകൊണ്ട് 3-4 ദിവസം ഇവിടെ അവധിയാണെന്നും അതുകൊണ്ട് ഇവിടെ തുറക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ പുള്ളി അവിടെ ഒട്ടിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ പൂളിൽ വർക്ക് ചെയ്യുന്നത് ലേഡിയെയാണ്. പുള്ളിക്കാരി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരി അവിടെ വന്ന് എല്ലാവരുടെയും പണം മോഷ്ടിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന ഇൻചാർജ് പറയും, നിന്നെക്കുറിച്ച് നല്ലതൊക്കെയാണ് ഇവിടെയുള്ള മെയിൻ ആളുകളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ നീ ഇപ്പോൾ എന്തായി കാണിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കാണിക്കുക, പോകുന്ന വഴിക്ക് ആ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ മറക്കണ്ടെന്നും പുള്ളി അവളോട് പറയും. പിന്നീട് ബ്രിയും ഹീറോയിനും കണ്ടുമുട്ടും. ആ ടൈമിൽ അവരവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയും. അമ്മ ഇപ്പോൾ നല്ല വെള്ളമടിയാണ്, അതുകൊണ്ട് മറ്റൊരാളുടെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഡാഡിയാണെങ്കിലോ മരണപ്പെട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുമുള്ളൂ. ഇതെല്ലാം കാരണം ഹീറോയിൻ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുമുള്ളൂ. അങ്ങനെ ഇവർ ഫാമിലി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് ഇൻചാർജ് വന്ന് പറയുന്നത്, എല്ലാവരും പെട്ടെന്ന് കയറണം, ഇപ്പം തന്നെ പൂള് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഇത് കേട്ട അവർ ചോദിക്കും, അതിനുള്ള ടൈം ആയോ എന്ന്. ഇന്ന് പെട്ടെന്ന് ക്ലോസ് ചെയ്യുമെന്നും ഇൻചാർജ് പറയും. ഇതെല്ലാം കേട്ടോ ഓക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് കയറും. ആ ടൈമിൽ ഇൻചാർജ് പറയും, ഇവിടെയുള്ള എല്ലാവരും പോയി, നിങ്ങൾ മാത്രമുള്ളൂ ബാക്കി, വേഗം ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയും. രണ്ടുപേരും ഇറങ്ങാമെന്ന് പറയും. ആ ടൈമിലാണ് ബ്രീ അവളുടെ റിങ് കാണാതെ പോയ കാര്യം ശ്രദ്ധിക്കുന്നത്. അത് അവളുടെ എൻഗേജ്മെൻറ്റ് റിങ് ആയിരുന്നു. ഹീറോ ചോദിക്കും, അത് നീ എടുത്തെന്ന് ഉറപ്പാണമെന്ന്. ഉറപ്പാണെന്ന് ബ്രീയും പറയും. രണ്ടുപേരും അവിടെ നോക്കുന്ന ടൈമിലാണ് ഹീറോയിൻ അത് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് കാണുന്നത്. അത് ബ്രീയും കാണും. ഇത് കണ്ട ബ്രീ വെള്ളത്തിലേക്ക് എടുക്കാനായി ചാടുകയും ചെയ്യും. നോക്കുമ്പോഴോ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഗ്രില്ലിൽ അത് കുടുങ്ങിയിരിക്കുകയായിരുന്നു. ബ്രീ അത് കുറെ എടുക്കാനായി നോക്കും. ബ്രീയെ കാണാത്തത് കൊണ്ട് തന്നെ ഹീറോയിനും വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. താഴേക്ക് പോയ ഹീറോയിൻ അതെടുക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ മുടി അവിടെ കുടുങ്ങുന്നത്. ആ ടൈമിൽ തന്നെ ഇൻചാർജും അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷെ അവിടെ ഒന്നും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ക്ലോസ് ചെയ്യാനായും തുടങ്ങും. ആ കവർ ക്ലോസ് ആയി വരുന്നത് ബ്രീ കാണുന്നുമുണ്ടായിരുന്നു. പക്ഷെ ഹീറോയിൻ്റെ മുടി അവിടെ കുടുങ്ങിയത് കൊണ്ട് തന്നെ അവൾ അത് എടുക്കാനായി ട്രൈ ചെയ്യുകയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഹീറോയിൻ്റെ മുടി അവിടെ നിന്ന് എടുത്തതിന് ശേഷം രണ്ടുപേരും മുകളിലേക്ക് വരും. നോക്കുമ്പോഴോ ആ കവർ ഫുള്ള് കവറായിട്ടുണ്ടായിരുന്നു. പൂൾ കവറിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ ചെറിയ ഗ്യാപ്പ് മാത്രം ശ്വാസം വരാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട ഹീറോയിൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും, നമ്മൾ ചാവാൻ പോവുകയാണ്, ഇൻചാർജ് ആണെങ്കിൽ ഇവിടുന്ന് പോവുകയും ചെയ്തെന്ന് പറയും. ഇത് കേട്ട ബ്രീ ആണെങ്കിലോ, നീ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും വഴി കാണുമെന്നും പറയും. ഹീറോയിൻ ചോദിക്കും, എന്ത് വഴി? ഈ പൂൾ കവറാണെങ്കിൽ ഫൈബറാണ്, നമുക്ക് പൊട്ടിക്കാനും കഴിയില്ലെന്ന് പറയും. ബ്രീ ആണെങ്കിലോ, പേടിക്കണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കാണുമെന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവ് എനർജി കൊടുക്കും. പക്ഷേ ഹീറോയിനാണെങ്കിലോ ഫുൾ നെഗറ്റീവായിരുന്നു. ആ ടൈമിൽ ബ്രീയുടെ ഫോണും ബാഗുമെല്ലാം പുറത്തുണ്ടായിരുന്നു. രണ്ടുപേരും പെട്ടിരിക്കുമ്പോഴാണ് ബ്രീയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഇത് കേട്ട ബ്രീ പറയും, അത് ഡേവിഡ് ആയിരിക്കും, അവൻ നമ്മളെ തപ്പി ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരുമെന്ന്. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും, ഡേവിഡോ, നീ അവനുമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന്. ഹീറോയിന് ബ്രിയോട് കുറച്ച് അസൂയ ഉണ്ടായിരുന്നു. കാരണം ബ്രിയുടെ ലൈഫ് സെറ്റിലായിരുന്നു, ഹീറോയിൻ്റെ ലൈഫ് വലിയ ഓക്കെയുമല്ലായിരുന്നു. എനിക്ക് ഡേവിഡിനെ ഒട്ടും ഇഷ്ടമല്ലാതെ ഹീറോയിൻ പറയും. ഇത് കേട്ട ബ്രീ ചോദിക്കും, നീയാണോ എൻ്റെ റിങ് വെള്ളത്തിലേക്കിട്ടെ, കാരണം നീ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും പലതും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ടൈമിലാണ് ഗ്രിൽ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് ബ്രീ പറയുന്നത്. ബ്രീ പല ഐഡിയയും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ എല്ലാത്തിനും നെഗറ്റീവായിരുന്നു. കുറച്ച് കഴിയുമ്പം ഹീറോയിനും പലതും ട്രൈ ചെയ്യും. അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണം എടുത്ത് ആ കവറിലെ ഓട്ട വഴി എങ്ങനെയൊക്കെ രക്ഷപ്പെടാനൊക്കെ ഇവള് നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലെല്ലാം ഡേവിഡ് കുറേ കോളും മെസ്സേജും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ബ്രീ ഹീറോയിനോട് പറയും അവൾക്ക് ഡയബറ്റിക് ഉണ്ടെന്ന്. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ, നീ വെറുതെ സിമ്പതിക്ക് വേണ്ടി പറയുന്നതാണെന്നും പറയും. ബ്രീ പറയും, അല്ല, അവൾക്ക് 3 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്, ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകുമെന്നും പറയും. അങ്ങനെ ഇത് കേൾക്കുമ്പം ഹീറോയിന് നല്ല വിഷമമാകും. അവൾ ബ്രിയെ കെട്ടിപ്പിടിച്ച ശേഷം ക്ഷമ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ആ കഷ്ണം എടുത്ത ശേഷം ബ്രീ ആ ഹോൾ വഴി എന്തൊക്കെയോ കാണിക്കും. ആ ടൈമിലാണ് ഹീറോയിൻ ബ്രിയോട് ചോദിക്കുന്നത് ആ പൊള്ളിയ പാട് എന്തിൻ്റെയാണെന്ന്. ഇത് കേട്ട ബ്രീ ഒന്നും മിണ്ടാതെ നിൽക്കും. ഹീറോയിൻ അവളോട് ചോദിക്കും, ഞാൻ ആശുപത്രിയിലാകാനും മെൻ്റൽ പ്രോബ്ലം ഉണ്ടാകാനും ഒക്കെ കാരണം ഇതല്ലേ?
അമ്മ വേറൊന്നും നീ വേറൊന്നുമാണ് പറയുന്നത്, ശരിക്കും എന്താ നടന്നതെന്ന് ചോദിക്കും. ബ്രീ പറയും അന്ന് ഡാഡി വെള്ളമടിച്ചിട്ട് ബോധമില്ലാതെ വന്ന് തീയിട്ടു. ആ തീ ഡാഡിയെ കയറി പിടിച്ചപ്പം ഇവള് രക്ഷിക്കാൻ നോക്കിയതാണെന്ന്. ഹീറോയിൻ അവളോട് പറയും ഞാൻ ആശുപത്രിയിൽ കിടന്ന ടൈമിൽ കുറെ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇവളുടെ ഉള്ളിൽ മോൺസ്റ്റർ ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോഴോ ആ ക്ലീനിങ് ലേഡി ആയിരുന്നു. ആ ടൈമിൽ തന്നെ ബ്രീയുടെ ഫോണും റിങ് ചെയ്യും. ആ ടൈമിൽ രണ്ടുപേരും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് ബഹളം വെക്കുകയും ചെയ്യും. ഇത് കേട്ട ലേഡിയാണെങ്കിലോ അകത്താളുണ്ടോ, ഒരു മിനിറ്റ് ഇപ്പം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ ബാഗിലെ ക്രെഡിറ്റ് കാർഡും ഫോണും പൈസയും എല്ലാം എടുക്കും. അതോടൊപ്പം തന്നെ റൂമിലേക്ക് പോയി അവിടുത്തെ ക്യാമറയും ഓഫ് ചെയ്യും. തിരികെ വന്ന ലേഡി അവരോട് പറയും ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പക്ഷേ ഈ കാർഡിൻ്റെ പിൻ നമ്പർ പറയണമെന്ന്. ഇത് കേട്ട ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ലേഡി കൂളായിട്ട് പറയും നോക്ക്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ, എനിക്കിങ്ങനെ പണിയെടുത്തൊന്നും ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു എമൗണ്ട് തന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറയും. ഇതെല്ലാം കേട്ട ഹീറോയിന് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരിയെ തെറി പറയും. പുള്ളിക്കാരിയാണെങ്കിലോ പൂളിലേക്കുള്ള വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്യും. നമ്പർ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ തണുത്ത് ചത്തുപോകുമെന്നും പുള്ളിക്കാരി അവരോട് പറയും. ഇത് കേട്ട ബ്രീ ആണെങ്കിലോ കുറച്ചു നേരം ആലോചിച്ച ശേഷം നമ്പർ പറഞ്ഞു കൊടുക്കാമെന്നും സമ്മതിക്കും. നീയത് പറഞ്ഞു കൊടുത്താൽ ആ കാശുമായിട്ട് പുള്ളിക്കാരി ഇവിടുന്ന് പോയാലോ എന്ന് ഹീറോയിൻ അവളോട് ചോദിക്കുകയും ചെയ്യും. കുറച്ചു കഴിയുമ്പം ആ ലേഡി ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. കഴിച്ച ശേഷമോ ഡേവിഡിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കും. നിന്റെ ബോയ് ഫ്രണ്ട് ഗ്ലാമർ ആണല്ലോ എന്നൊക്കെ പുള്ളിക്കാരി അവളോട് പറയും. അതോടൊപ്പം തന്നെ ഡേവിഡ് അയച്ച വോയിസും പുള്ളിക്കാരി പ്ലേ ചെയ്യും. അതിലാണെങ്കിലോ നിന്റെ സൈക്കോ അനിയത്തി നിന്നെ കിഡ്നാപ്പ് ചെയ്തോ എന്നൊക്കെ ഡേവിഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ അവളെപ്പറ്റി ബ്രീ ഇങ്ങനെയൊക്കെയാണോ ഡേവിഡിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ഓർക്കുകയും ചെയ്യും. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ബ്രീ അവളുടെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വലിയൊരു എമൗണ്ട് കൈ കിട്ടിയ സന്തോഷത്തിൽ പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. ഇവർ കുറേ ബഹളം വെക്കും, പക്ഷെ അതിനൊന്നും റിപ്ലൈ ഇല്ലായിരുന്നു. ആ ലേഡി ATM പോയി കാശെടുത്ത ശേഷം നമ്മളെ രക്ഷിക്കാൻ വരുമെന്നും ബ്രീ ഹീറോയിനോട് പറയും. അവർ വീണ്ടും ആ ഗ്രില്ലിൻ്റെ അടുത്തേക്ക് പോയി അത് ഓപ്പൺ ചെയ്യാൻ നോക്കും, പക്ഷെ അത് നല്ല ടൈറ്റ് ആയിരുന്നു. അങ്ങനെ രണ്ടുപേരും ആ പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് വീണ്ടും ആ ഹോൾ വഴി രക്ഷപ്പെടാനായി നോക്കും. ആ ടൈമിൽ ബ്രീ ഹീറോയിനോട് ചോദിക്കും ആശുപത്രിയിൽ വെച്ച് നടന്ന ബാക്കി കഥകളൊക്കെ പറയാൻ. ഹീറോയിൻ പറയും അവളുടെ ഉള്ളിൽ മോൺസ്റ്റർ ഉണ്ട്, അതെല്ലാവരെയും കൊല്ലാൻ നോക്കും, അതുകൊണ്ടാണ് അവളുടെ ജീവിതം ഇങ്ങനെ മെന്റലും സൈക്കോയും ഒക്കെ ആയിപ്പോയതെന്ന്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ശബ്ദം കേട്ട് ഹീറോയിൻ നോക്കുമ്പോഴാണ് ആ ലേഡി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഇവരുടെ കഥകളൊക്കെ കേട്ടുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു. നീ ഇവിടെ കിടക്കുവാണോ, ഇതുവരെ പോയില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കും. കാർഡ് തന്നല്ലോ, പക്ഷെ അതിൽ $80 മാത്രമേ ഉള്ളെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ആ ലേഡി ചോദിക്കും. ബ്രീ പറയും ഞങ്ങൾ റിച്ച് ഒന്നുമല്ല, നോർമൽ ലൈഫ് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഇത് കേട്ട പുള്ളിക്കാരി പറയും ഞാനും നിങ്ങളെപ്പോലെയാണ്, സൈക്കോ ആണെന്നൊക്കെ. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലേഡി അവിടുന്ന് പോയ ടൈമിൽ ഹീറോയിനെ കഷ്ടപ്പെടുത്ത് ഷാർപ്പാക്കുന്നുണ്ടായിരുന്നു ലേഡിക്കിട്ട് കുത്താൻ വേണ്ടി. ഇത് കണ്ട ബ്രീ ആണെങ്കിലോ ഇത് വേണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ ലേഡി അടുത്തേക്ക് വരാൻ വേണ്ടി ബ്രീയോട് പറയും ഞാൻ ബാക്കി കഥ പറയാം, പക്ഷെ അത് പതിയെ പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ ആ ലേഡി കേൾക്കുമെന്ന്. ഇത് കേട്ട ലേഡി ആണെങ്കിലോ കഥ കേൾക്കാൻ വേണ്ടി ചെവി ആ ഹോളിലേക്ക് കൊണ്ടുവരും. ആ ടൈമിൽ തന്നെ ഹീറോയിൻ കുത്തുകയും ചെയ്യും. പക്ഷെ അതൊരു നല്ല കുത്തായിരുന്നു. ലേഡിയുടെ ചെവിയിൽ നിന്ന് നല്ലപോലെ ബ്ലഡ് വരും. ദേഷ്യം വന്ന ലേഡിയാണെങ്കിലോ പൂളിലേക്ക് ക്ലോറിൻ തുറന്നു വിടുന്ന ബട്ടൺ പ്രസ് ചെയ്യും. പൂള് മുഴുവൻ ക്ലോറിനാകുമ്പോഴോ ഹീറോയിനൊന്നും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിച്ച് അറിയാതെ ചെയ്തതാണെന്നും പറയും. ഇത് കേട്ട ലേഡി പോയി അത് ഓഫ് ചെയ്യുകയും ചെയ്യും. ലേഡി ഇവരോട് ചോദിക്കും അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയതെന്ന്. ഹീറോയിൻ പറയും ഇവളുടെ ഒരു റിങ് ഇവിടെ കുടുങ്ങി, അതെടുക്കാൻ വേണ്ടി പോയപ്പോഴാണെന്ന്. എങ്കിൽ ശരി ആ റിങ് എനിക്ക് വേണമെന്ന് ലേഡി ഇവരോട് പറയും. ഇത് കേട്ട പ്രിയാണെങ്കിലോ അത് കൊടുക്കാൻ പറ്റില്ലെന്നും പറയും. ഹീറോയിൻ പ്രിയോട് പറയും ഇപ്പോൾ അത് കൊടുക്കുക, നമുക്ക് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ബ്രീ അത് കൊടുക്കുകയും ചെയ്യും. പിന്നീട് ബ്രീ നല്ല വിഷമത്തിലായിരുന്നു. ഹീറോയിൻ എന്തൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബ്രീ ആണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഹീറോയിൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിൽ ദേഷ്യപ്പെട്ട ബ്രീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി ഉറങ്ങാനായി തുടങ്ങും. അങ്ങനെ ബ്രീ ഉറങ്ങുന്ന ടൈമിലാണ് ആ പൂൾ ഓപ്പൺ ആകുന്നത്. പെട്ടെന്ന് തന്നെ ഡേവിഡ് അങ്ങോട്ടേക്ക് വരും. ബ്രീ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷിക്കും. ഹീറോയിൻ എന്ത് ചെയ്യുന്ന ബ്രീയോട് ചോദിക്കും. അവളിവിടെ കുറച്ച് മുമ്പ് പോയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് അവൾ പറയും. അവൾ നിന്റെ അനിയത്തിയാണ്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഡേവിഡും ഇവളോട് പറയും. ആ ടൈമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും പിടികിട്ടില്ലായിരുന്നു. അപ്പോഴാണ് കാണിക്കുന്നത് അത് ബ്രീ കണ്ടൊരു സ്വപ്നമാണെന്നുള്ളത്. ബ്രീ കണ്ണ് തുറക്കുമ്പോഴോ ഹീറോയിൻ ആ കഷ്ണമെടുത്ത് കഴുത്തു മുറിച്ച് ആത്മഹത്യ ചെയ്യാനായി നോക്കും. ഇത് കണ്ട ബ്രീ അങ്ങോട്ടേക്ക് വന്നാൽ അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇവിടെ ബ്രീയുടെ ഫോണിൽ കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട ലേഡി അത് ഓപ്പൺ ആക്കി നോക്കും. ഇനിയെങ്കിലും റിപ്ലൈ താ, ഞാൻ ലാസ്റ്റ് മെസ്സേജും കൂടി അയക്കും, അതിനും റിപ്ലൈ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുമെന്ന് ഡേവിഡ് പറയും. ഇതെല്ലാം കണ്ട ലേഡി ഹീറോയിൻ്റെ അടുത്തേക്ക് പോകും. അവർ പറയുന്നതൊക്കെ കേൾക്കും.
ലേഡി പറയും നമ്മളെല്ലാം ഒരേ അവസ്ഥയാണ്, എനിക്കും ആരുമില്ല, നമ്മളെല്ലാം ഇവിടെ രക്ഷപ്പെട്ടണമെന്ന് പറയും. ഹീറോയിൻ പറയും നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. ഇത് കേട്ട ലേഡി പറയും ഞാനിത് ഓപ്പൺ ചെയ്യാം, പക്ഷെ ഞാൻ ഇവിടുന്ന് ഓടുമെന്ന്. അങ്ങനെ ലേഡി ആ റൂമിലേക്ക് പോയി ഓപ്പൺ ചെയ്യാനുള്ള കോഡ് അടിക്കും, പക്ഷെ അത് ഓപ്പൺ ആകുന്നില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് അറിയാവുന്ന എല്ലാ കോഡും അടിക്കും, പക്ഷെ അത് വർക്ക് ആകുന്നില്ലായിരുന്നു. കാരണം ഇൻചാർജ് കോഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ലേഡി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും സോറി, ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുക, ഇല്ലെങ്കിൽ ആ പോലീസിനെങ്കിലും ഒന്ന് വിളിക്കാൻ. ഇത് കേട്ട ലേഡി പറയും പോലീസിനെ വിളിക്കില്ല, പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അവിടുന്ന് പോകും. ആ ടൈമിൽ ഇവർ കുറേ അലറി വിളിക്കും, പക്ഷേ ലേഡി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. വെള്ളമാണെങ്കിലോ കൂളായി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. ആ ടൈമിൽ ബ്രീ ഹീറോയിനോട് ചോദിക്കും ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ എന്ന്. ഹീറോയിൻ പറയാൻ പറയുമ്പോഴോ ബ്രീ പറയും ഈ പൊള്ളലുണ്ടായത് ശരിക്കും ഡാഡിയെ രക്ഷിക്കാൻ നോക്കിയിട്ടല്ല. അന്ന് ഡാഡി വെള്ളമടിച്ചിട്ട് നിന്റെ റൂമിലേക്കാണ് വന്നത്, നിന്നെ റേപ്പ് ചെയ്യാൻ നോക്കി, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് അയാളെ കൊന്നതെന്ന് ബ്രേ ഇവളോട് പറയും. ആ ഒരു ടൈമിൽ തന്നെ ബ്രീയുടെ ബോധവും പതിയെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ഗ്രിൽ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യണമെന്ന് ഓർക്കും. അവൾ താഴേക്ക് പോയി കുറേ ട്രൈ ചെയ്യും. വീണ്ടും മുകളിലേക്ക് വന്ന ശേഷം ഒരു തുണി എടുത്തുകൊണ്ട് താഴേക്ക് പോകും. അങ്ങനെ പല പ്രാവശ്യം താഴേക്കും മുകളിലേക്കുമൊക്കെ പോയി അവൾ എങ്ങനെയൊക്കെയോ ഗ്രില്ല് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴോ ബ്രിയുടെ ബോധം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ എങ്ങനെയൊക്കെ ഒരു കൈ കൊണ്ട് ബ്രിയെ പിടിക്കും, മറ്റേ കൈ കൊണ്ട് ഗ്രില്ലെടുത്ത് ഫൈബർ തല്ലി പൊളിക്കാൻ നോക്കും. പക്ഷേ ആ ഫൈബർ ഫുള്ളായി പൊട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കൈ അകത്തേക്ക് കടത്തും, എന്നിട്ട് എങ്ങനെയൊക്കെ അത് പൊട്ടിച്ചെടുക്കും. അവളുടെ കയ്യിൽ നിന്ന് നല്ലപോലെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ബ്രിയെ പുറത്തെടുക്കും. ആ ടൈമിലാണെങ്കിലോ ബ്രി ഏറെക്കുറെ കോമയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവളുടെ ബോധം തെളിയിക്കും. ആ ടൈമിൽ നോക്കുമ്പോഴോ ആ ലേഡി അവിടുന്ന് പോയിട്ടില്ലായിരുന്നു. ഇവരുടെ നേരെ തോക്കും ചൂണ്ടി നിൽക്കും. പുള്ളിക്കാരി പറയും നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു, പുറത്തു പോയാൽ നിങ്ങൾ എന്നെപ്പറ്റി പോലീസിനോട് ഉറപ്പായും പറയുമെന്ന്. ഇത് കേട്ട ഹീറോയിൻ അവളോട് പറയും ഞാനും നിന്നെപ്പോലെയായിരുന്നു, ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ബ്രീ വന്നത് പിന്നെയാണ് ജീവിക്കാൻ ആഗ്രഹമുണ്ടായതെന്നൊക്കെ അവൾ പറയും. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കോ, നിന്നെപ്പറ്റി ആരോടും പറയില്ല, ഇനി തെറ്റായിട്ടൊന്നും ചെയ്യലെന്നും ഹീറോയിൻ അവളോട് പറയും. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ ആ ലേഡി ഫോൺ ഹീറോയിന് കൊടുക്കും. ഹീറോയിൻ ആണെങ്കിലോ പോലീസിനെ വിളിച്ചിട്ട് നടന്ന കാര്യവും അതോടൊപ്പം തന്നെ ബ്രീ ഇവിടെ ബോധം പോയി കിടക്കുവാണെന്ന് മാത്രം പറയും. ലേഡിയെപ്പറ്റി ഒന്നും തന്നെ പറയില്ല. അതുകൊണ്ട് വിഷമത്തോടെ ലേഡി ആ റിങ് ഹീറോയിന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടും, ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യും. ഹീറോയിൻ്റെ കയ്യിലെ മുറിവ് കണ്ടിട്ട് ബ്രീ പറയും ഇപ്പം നമ്മൾ ഈക്വലായി എന്ന്. ആ ടൈമിൽ ഹീറോയിൻ ആ റിങ് എടുത്ത് കൊടുക്കും. ബ്രീ ചോദിക്കും എവിടുന്ന് കിട്ടിയെന്ന്. ഹീറോയിൻ പറയും എൻ്റെ ഉള്ളിലെ മോൺസ്റ്ററിനെ ഞാൻ കൊന്നെന്ന്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യുമ്പോൾ ഈ മൂവിയും അവിടെ തീരും.